CMRL എക്സാലോജി കരാറിലെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ വിധി നാളെ. മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വിധി തന്നെയായിരിക്കും. ഏത് രീതിയിലാകും അത് വരിക? സ്വാതി, രണ്ട് ഹർജികളാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ഒന്ന് പരേതനായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയാണ്. അത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഈ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം തള്ളിയിരുന്നത്. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഹർജിക്കാരൻ വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഈ ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ നൽകിയത്. മാത്യു കുഴൽനാടൻ MLA തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി ഇതേ രീതിയിൽ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തള്ളിയിരുന്നു. അതായത് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ ആവശ്യം തിരുവനന്തപുരം കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടനും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ രണ്ട് ഹർജികളിന്മേലും വാദം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കോടതി നാളെ വിധി പറയുന്നത്. ഈ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കും കോടതി വിധി പറയുക. വിജിലൻസ് കോടതി ഏതായാലും ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന ഇതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ കേസിലെ എതിർകക്ഷികളാണ്. ശരി ഷബ്ന, CMRL എക്സാലോജി കരാറിലെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ വിധി നാളെയാണ് വരിക. 2 പേർ സമർപ്പിച്ച ഹർജിയിലാണ് വിധി വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം.